ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഈ നടപടികളിലേക്ക് കടക്കുമോ എന്താണ് അറിയാൻ കഴിയുന്നത്? നിലവിൽ ബത്തേരി മുത്തങ്ങയിൽ നിന്നുള്ള കുങ്കിയാന ടീം സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അതോടൊപ്പം കർണാടകയുടെ വനപാലക സംഘവും സ്ഥലത്തെത്തി ഈ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ ലഭിക്കുന്നതിനായുള്ള ആന്റിനെയും റിസീവറുമായി ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഈ ആന്റിനെയും റിസീവറും ഉപയോഗിച്ച് യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ആനയുടെ ലൊക്കേഷൻ കൃത്യമായി ലഭിക്കും. അതിനുശേഷം ആനയുള്ള പ്രദേശത്ത് നിന്ന് മയക്കുവെടി വെച്ച് ജനവാസ മേഖലയിൽ നിന്ന് മാറ്റുകയാണ് വനംവകുപ്പിന്റെ മുന്നിലുള്ള മറ്റൊരു പ്രതിസന്ധി. ഇപ്പോൾ ആന ഒരു കുന്നിൻ മുകളിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആനയെ സമതലത്തിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും മയക്കുവെടി ദൌത്യം ആരംഭിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആര്യ, ദീപക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും സമയം വൈകിയാൽ ഈ ശ്രമത്തിനുള്ള ഈ ദൗത്യത്തിനുള്ള വെല്ലുവിളികൾ ഏറെയാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് തണ്ണീർക്കൊമ്പൻ ദൗത്യമൊക്കെ ഇരുട്ടായതോടുകൂടി ആ ശ്രമം വളരെയധികം ദുർഘടമാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏകദേശം 150 മീറ്ററിനുള്ളിൽ തന്നെ ആനയുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള നടപടിക്രമങ്ങൾ എത്രത്തോളമാണ്? ഈ ആനയെ ഈ കുന്നിൻ ചെരുവിൽ നിന്നും മാറ്റാനുള്ള ആ ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത്? ആര്യ, നിലവിൽ ആന ഇപ്പോൾ ഉള്ളത് ഈ കുറുക്കൻമൂലയോട് ചേർന്ന ചാലിക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ മേഖലയിൽ നിന്ന് വനമേഖല എന്ന് പറയുന്നത് വളരെ അടുത്തുള്ള ഒരു പ്രദേശമാണ്. എന്നാൽ ഈ രാത്രിയായി കഴിഞ്ഞാൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്ന് പറയുന്നത് വനംവകുപ്പിന് മുന്നിൽ ദുഷ്കരമായിട്ടുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ്. രാത്രിയാകുന്നതിന് മുൻപ്, സന്ധ്യസമയത്തിന് മുൻപ് തന്നെ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പ് ആലോചിക്കുന്നത്. പ്രധാനമായും 2 കുങ്കിയാനകളെ എത്തിക്കും. അതോടൊപ്പം മയക്കുവെടി സംഘവും എത്തും. ആനയുടെ ആരോഗ്യനില പരിശോധിച്ചതിന് ശേഷം, അതായത് ആനയുടെ ആരോഗ്യനില നിരീക്ഷിച്ച് ആനയുടെ ആരോഗ്യനില പൂർണ്ണ തൃപ്തി വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും മയക്കുവെടി വെക്കുക. കാരണം ഒരാഴ്ച മുൻപ് തണ്ണീർക്കൊമ്പന്റെ വിഷയത്തിൽ അന്ന് മയക്കുവെടി വെച്ച് ഇരുട്ടുന്നതിന് മുൻപ് തന്നെ കേരള വനംവകുപ്പ് ആനയെ പിടികൂടിയിരുന്നു. എന്നാൽ പിന്നീട് ഈ ദൌത്യം പാളുന്ന ഒരു അവസ്ഥയുണ്ടായി. കാരണം പിറ്റേ ദിവസം രാവിലെ കർണാടക ബന്ദിപ്പൂർ വനമേഖലയിൽ വെച്ച ഈ ആന ചെരിഞ്ഞു, ലോറിയിൽ തന്നെ ചെരിയുന്ന ഒരു അവസ്ഥയുണ്ടായി. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് വളരെ സസൂക്ഷ്മം തന്നെയായിരിക്കും നീക്കങ്ങൾ നടത്തുക. ഒരിക്കലും മയക്കുവെടി ദൌത്യം പാളാത്ത തരത്തിൽ ആനയുടെ ആരോഗ്യസ്ഥിതി കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും മയക്കുവെടി ദൌത്യം ആരംഭിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും വനംവകുപ്പിന്റെ വലിയൊരു RRT ടീമും ഒപ്പം മയക്കുവെടി സംഘവും മെഡിക്കൽ ടീമും ഇപ്പോൾ കുറുക്കൻമൂലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഏകദേശം 6 മണിയോടുകൂടി തന്നെ അവിടെ ഇതിനുള്ള ദൌത്യങ്ങൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഈ ആനയെ കുന്നിൻ മുകളിൽ നിന്ന് സമതലത്തിലേക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കും മയക്കുവെടി ദൌത്യത്തിനുള്ള തുടക്കം വനംവകുപ്പ് കുറിക്കുക. ആര്യ, ദീപക, ഈ പ്രദേശത്തിന്റെ ഒരു ഘടന എങ്ങനെയാണ്? ജനവാസ മേഖല തന്നെയാണോ? ആന ഏതെങ്കിലും രീതിയിൽ അവിടെ നിന്ന് മാറിയാലുള്ള അതിനുള്ള മുൻകരുതൽ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ? ഈ ഒരു പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? ആര്യ, നേരത്തെ ഈ പ്രദേശം എന്ന് പറയുന്നത് കുർവാദ്വീപിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കബനിപ്പുഴയുടെ മറുകരയാണ്. കബനിപ്പുഴയുടെ മറുകരയിൽ മിക്ക സമയങ്ങളിലും അവിടെ ആനയും കരടിയും എല്ലാം സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് ഒരു കരടി ജനവാസ മേഖലയിലെത്തി വയനാട്ടിലൂടെ കറങ്ങി നടന്ന് വീണ്ടും അത് കാട്ടിലേക്ക് കയറിപ്പോയിരുന്നു. ഈ കരടി എത്തിയത് ഈ പറയുന്ന ഇപ്പോൾ ഈ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള വനമേഖലയിൽ നിന്നാണ്. അന്ന് നാട്ടുകാർ കണ്ടിരുന്നു. ഈ മേഖല എന്ന് പറയുന്നത് വൈകിട്ട് 6 മണിക്ക് ശേഷം ഈ കൃഷിയിടത്തിന് സമീപത്തെല്ലാം തന്നെ വൈദ്യുത വേലിയുണ്ട്. ആ സമയത്ത് അതിലൂടെ ആളുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങളോ ഒന്നും തന്നെ കടന്നു പോകാറില്ല. മാത്രമല്ല ആ സമയങ്ങളിലെല്ലാം തന്നെ ആന, അതുപോലെ തന്നെ മാൻ, കാട്ടുപന്നി, കരടി തുടങ്ങിയ വന്യമൃഗങ്ങളെല്ലാം തന്നെ ഈ പുഴ കടന്ന് കുർവാദ്വീപിന്റെ സൈഡിലെ വനമേഖലയിൽ നിന്ന് പുഴ കടന്ന് ജനവാസ മേഖലയിലേക്ക് വരാറുള്ളത് പതിവാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക്, അതായത് ഇപ്പോൾ കുന്നിൻചെരുവിലുള്ള ആനയെ എത്രയും വേഗം ഇവിടെ നിന്ന് വനമേഖലയിലേക്ക് തുരത്തുക എന്നുള്ളത് വനംവകുപ്പിന് മുൻപിൽ എളുപ്പമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു മരണം നടന്ന സാഹചര്യത്തിൽ, അജീഷിന്റെ മരണം നടന്ന സാഹചര്യത്തിലായതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ആളുകൾ കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാട്ടാനയെ ഇപ്പോൾ ഉള്ള ജനവാസ മേഖലയിൽ നിന്ന് വനത്തിലേക്ക് തുരത്തുക എന്നുള്ളത് വനംവകുപ്പ് എത്രത്തോളം പ്രാവർത്തികമാക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും ഈ പ്രദേശം എന്ന് പറയുന്നത് ചേർന്ന് കിടക്കുന്ന പ്രദേശം തന്നെയാണ്. അതായത് കൂടൽക്കടവ്, കബനി നദി ഒരുമിച്ച് സംഗമിക്കുന്ന കുർവാദ്വീപിന് സമീപമുള്ള കൂടൽക്കടവിനോട് ചേർന്ന പ്രദേശമാണ്. ഇവിടെയാണ് രാവിലെ ആദ്യം ആനയെ കണ്ടത്. അതായത് ഈ പുഴ കടന്ന് എത്തിയതായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് വനംവകുപ്പ്